ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ന്യൂ ഇയർ ദിവസത്തെ ഞങ്ങളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അല്ലാതൊന്നുമില്ല, കുറേ പണികളുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാകുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നില്ല, അപ്പോൾ ഇന്നലെ രാത്രി വന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോയിൽ ഇടയ്ക്കൊക്കെ അത് ഇടുന്നുണ്ട്. അത് തന്നെയാകുമ്പോൾ ആർക്കും കാണാൻ വലിയ താല്പര്യമില്ല എന്ന് തോന്നുന്നുണ്ട്. ഇന്നലെ ഏട്ടൻ വരുമ്പോൾ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് പിന്നെ കുഴിമന്തി മേടിച്ചു കൊടുന്നു. ഇന്ന് ന്യൂ ഇയർ അല്ലേ, അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പുതിയ കുക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മേലെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വെയിലത്ത് വെച്ചതാണ്. പിന്നെ ഒരു ചട്ടിയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ നല്ലോണം കഴുകിയിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാണിക്കാൻ മറന്നുപോയി. അതിലാണ് ഇന്നത്തെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് കഴുകണ മീൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ. അപ്പോൾ അത് ഇങ്ങനെയാണ് ഞാൻ ചെമ്മീൻ കഴുകാറ്. മുന്നേ വീഡിയോയിൽ വേറെ എന്തോ ഒരു മീൻ കഴുകണതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിൽ ഞാൻ ഉപ്പൊന്നും ഇടാറില്ല കേട്ടോ ചെമ്മീൻ കഴുകുമ്പോൾ. അത് ചട്ടിയിലിട്ടിട്ട് കുറേ നേരം ഒന്ന് ഉരച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് 5-6 പ്രാവശ്യം കഴുകിയെടുക്കും. അങ്ങനെ തന്നെയാണ്. അപ്പം നല്ല ക്ലീനായിട്ട് വരും. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്തിരി മുളക് പൊടിയും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അതവിടെ മിക്സ് ചെയ്തിട്ട് വെച്ചു. പിന്നെ അത് രാത്രിയാണ് കേട്ടോ. രാത്രിയല്ല, ഒരു 5 മണി 5:30 ആകുമ്പോഴാണ് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കിയുള്ളൂ. അപ്പോഴേക്കും ഏട്ടനും കിച്ചുമോനും പോയിട്ട് കുഴിമന്തി മേടിച്ചിട്ട് വന്നു. അപ്പം ഞാൻ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതാണ് ഉച്ചയ്ക്ക് ഞങ്ങൾ കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് പിന്നെ ചിക്കനും സലാഡും പിന്നെ മയണൈസും പിന്നെ ഒരു ചമ്മന്തി പോലെ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കണ വീഡിയോ ഒന്നും എടുത്തില്ല. അത് പിന്നെ ചാച്ചിക്കുട്ടിക്കാണെന്നുവെച്ചെങ്കിൽ പനിയായിരുന്നു. അപ്പോൾ ചാച്ചിക്കുട്ടി കിടന്ന് ഉറങ്ങുക. പിന്നെ ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് അതൊക്കെ കഴിച്ചത്. അങ്ങനെ 5 മണിയായപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അരിയൊക്കെ ഇട്ടു. എന്നിട്ട് അപ്പുറത്തെ അടുപ്പിൽ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ മേടിച്ചു കൊടുന്ന ഒരു ചട്ടിയാണ്, ചീനച്ചട്ടി മണ്ണിൻ്റെ. ഇതിന് 160 രൂപയാണ് കേട്ടോ. നല്ല കുഴിയൊക്കെ ഉണ്ട്, അടുക്കി പിടിക്കണമൊന്നുമില്ല. എനിക്ക് കുക്ക് ചെയ്യാൻ നല്ല ഇഷ്ടമായി അതിൽ. പിന്നെ ഈ ചട്ടി മയക്കൊന്നും വേണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇത് മയക്കിയ ചട്ടിയാണത്രേ. എന്നാലും ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. പിന്നെ അതിൽ നല്ലോണം വെണ്ണൂറിട്ട് നല്ലോണം തേച്ച് കഴുകിയതിന് ശേഷം വെളിച്ചെണ്ണ മേലും അടിയിലൊക്കെ തേച്ചിട്ട് ഉള്ളിലൊക്കെ തേച്ചിട്ട് വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കുക്കർ വെച്ച പോലെ തന്നെ. എന്നിട്ടാണ് ഇന്ന് അതിൽ ഉണ്ടാക്കണത്. അതിൽ അടുക്കി പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നല്ല സുഖമുണ്ട് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഊറ്റി വെച്ചു. ചെമ്മീൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് പിന്നെ സവോളയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റി എടുക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട്. ഉപ്പിട്ട വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇത്തിരി കസൂരി മേത്തി ഇട്ട് കൊടുത്തു. ഈ ചെമ്മീൻ്റെ സ്മെല്ല് വലിയ ഇഷ്ടമില്ല ഞങ്ങൾക്ക്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി കസൂരി മേത്തി ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക്
ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളമൊക്കെ ഇട്ട് കൊടുത്തുട്ടോ, ചെറിയൊരു ടീസ്പൂണിൽ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം അതിലിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയപ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പിന്നെ കുത്തിയ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. മുളക് പൊടി ഇതിലേക്ക് തീരെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ആ ചെമ്മീൻ ആദ്യം മിക്സ് ചെയ്ത് വെച്ചില്ല, അപ്പോൾ ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും അപ്പം ഇട്ട് കൊടുത്തതാണ്. പിന്നെ മുളക് പൊടി തീരെ ഇട്ട് കൊടുത്തിട്ടില്ല. കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് അതിൽ നല്ലോണം ഇട്ടിട്ട് വഴറ്റിയെടുത്തു. ഒരു ഡാർക്ക് നിറാവണ വരെ അങ്ങനെ ഒന്നിട്ട് വഴറ്റി കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഇത്തിരി കുറവ് തോന്നിയപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നല്ലോണം വഴന്ന് വരുമ്പോഴാണ് തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് തൈരൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ മല്ലിയുടെ ഇലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് അതൊന്നുമില്ല, അതൊന്നും ഞാൻ ഇട്ട് കൊടുത്തില്ല. പിന്നെ ഞാൻ 2 തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം തക്കാളി, അത്ര വലുതൊന്നുമല്ല. എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത്തിരി ഗ്രേവി ആക്കിയിട്ടാണ്, തിക്ക് ഗ്രേവി ആക്കിയിട്ടാണ് ഞാൻ എടുത്തത്. ഇത് കണ്ടില്ല, ഇപ്പോൾ 2 പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. അത് നല്ലോണം വെന്ത് ഉടഞ്ഞ് വരുമ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് മസാലപ്പൊടി ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് തിളച്ച വെള്ളമാണ് പിന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അത് അടച്ച് വെച്ച് വേവിച്ചു. പിന്നെ അതിൻ്റെ ലാസ്റ്റാണ് മസാലപ്പൊടി ചേർത്ത് കൊടുത്തത്. ഈ സമയത്ത് നമുക്ക് മല്ലിയുടെ ഇല ഉണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ അടച്ചു വെച്ച് അത് വേവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒക്കെ ചെയ്യണം. പകുതി ആളുകളും കാണുന്നവർ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ ഉള്ള ഒരു വർഷം തന്നെ ആവട്ടെ 2023 എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഒരു പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.